ചേച്ചിയുടെ ഓർമ്മയിൽ എത്ര വർഷമായി ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് ഈ വഴി കൂടെ? അത് 19 വർഷം 50 നടക്കുന്നതല്ലേ? നടക്കുന്ന. ഇന്നാണ് ഈ സ്വകാര്യ വ്യക്തി JCB ആയിട്ട് വന്നിട്ട് ഇത് ചെയ്യുന്നത് ഇങ്ങനെ? പോലീസ് അധികാരികളെയൊക്കെ അറിയിച്ചോ? അറിയിച്ചല്ലേ? അപ്പോൾ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞത് നാളെ 10 മണിയാകുമ്പോഴത്തേക്കും വരാം. വണ്ടി ഇവിടെ നിർത്തി വെച്ചു, മണ്ണെടുക്കുക നിർത്തി വെച്ചു. അവർ നാളെ 10 മണിയാകുമ്പോൾ സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരോടും സ്റ്റേഷനിൽ നാളെ 10 മണിക്ക് എല്ലാം CA ആണോ ഒന്നോ അതോ അഡീഷണൽ? നമുക്കിപ്പോൾ വേറെ നല്ല എല്ലാ പ്രാവശ്യം ഇവിടെ വെള്ളം വരുമ്പോഴത്തേക്കും ആദ്യമേ വെള്ളം കയറി വിടുന്ന ഈ ഭാഗത്തോടെ. അപ്പോൾ ആദ്യമേ വെള്ളം ഇത്രയും പൊക്കത്തിൽ വരുമ്പോഴത്തേക്കും പെരക്കകത്തോടെ മണ്ണും ചെളി എല്ലാം കൂടെ അടിച്ച് കയറത്തുള്ളൂ. 2010 പെര മുഴുവനും പോയതാണ്. 2010 വെള്ളപ്പൊക്കത്തിൽ ഈ പെര മുഴുവൻ പോയതാണ്. ഇനി ഇപ്പം മുഴുവനായിട്ടും പോകാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ ഇത്രയും പൊക്കത്തിൽ ഇപ്പോൾ മണ്ണ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം വെള്ളം ഇങ്ങോട്ട് അടിച്ച് കയറിയിട്ട് നേരെ തിരിച്ച് റിട്ടേൺ പെരക്കകത്തോട്ട് കയറും. 3 വീട്ടിലോട്ട് ഈ മണ്ണ് തന്നെ അങ്ങോട്ട് ചെല്ലുകയും ചെയ്യും. അത് ആ 3 വീടും ഇതോടുകൂടി തീരുമാനമാകും. ഈ പ്രാവശ്യത്തെ എല്ലാ പ്രാവശ്യം വില്ലേജിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നോക്കിയിട്ട് പോകുന്നു. ഒരു തീരുമാനം ഇത്രയും കാലമായിട്ട് ഉണ്ടായിട്ടില്ല. പഞ്ചായത്തിലൊക്കെ ബോധിപ്പിച്ചായിരുന്നു. അത് കഴിഞ്ഞുള്ള മഴയത്ത് ഈ പെരക്കകത്തൊക്കെ വെള്ളം കയറി ഇറങ്ങിപ്പോയതാണ്. പെര പോയില്ലെന്നുള്ള 2010 പെര പോയി. അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ വർഷവും വെള്ളം കയറി അകത്ത് കയറി പോകുന്ന ഈ മണ്ണും കൂടെ എടുത്തിട്ടപ്പം ഇനിയിപ്പോൾ ഉള്ളത് ഓടും കൂടെ മൂടി വെള്ളം വന്ന് പോകും. ഇത് ഏറ്റവും ആദ്യം ഈ നമ്മുടെ ഈ പ്രദേശത്തൊക്കെ ഏറ്റവും ആദ്യം വെള്ളം കയറുന്ന ഒരു പ്രദേശമാണ്. നമ്മുടെ താഴെ ആ പാലം ഉണ്ട്. ആ പാലം മൂടി വെള്ളം വരുന്ന എല്ലാ പ്രാവശ്യം. താഴത്തെ പാലം മൂടി മൂടി വെള്ളം വരുന്ന എല്ലാ പ്രാവശ്യവും പഞ്ചായത്ത് അധികാരികൾ വന്നതിനൊക്കെ പറഞ്ഞിട്ട് പോകും. ഞാൻ ഇവിടെ ഉള്ളവരെ സമാധാനിപ്പിച്ചിട്ട് പോകും. അടുത്ത പ്രാവശ്യം എന്തെങ്കിലും ചെയ്യാം, അടുത്ത വർഷം ചെയ്യാം. ഇപ്പം ഞാനിവിടെ വന്നിട്ട് തന്നെ 7-9 വർഷമായി. ആ വർഷം തൊട്ട് ഞാനിത് കേട്ടോണ്ടിരിക്കും. ഞാനിവിടുത്തെ മരുമോനാണ്. ഞാൻ വരുന്ന 1 വർഷം തൊട്ട് വെള്ളപ്പൊക്കത്തിന് എല്ലാ പ്രാവശ്യവും വന്നിട്ട് അവർ നിങ്ങൾക്ക് വീട് വെച്ച് തരാനുള്ളത് ഇതെല്ലാം പഞ്ചായത്തിൽ നിന്നായിട്ടുണ്ട്, എങ്ങനെയാണെന്നെല്ലാം പറയുന്നതല്ലാതെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഒന്നും പറയുന്നത് കേട്ടിട്ട് പോവും, പിന്നെ നടപടിയൊന്നുമില്ല. ഓരോ പ്രാവശ്യം ഓരോ വെള്ളപ്പൊക്കത്തിനും നമ്മൾ പരാതിപ്പെടും. പിന്നെ എല്ലാ പ്രാവശ്യവും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനായത് ഈ ചേട്ടൻ. ഇവിടുത്തെ ഇത് ചെയ്ത ബേബിയും തേക്കിൻകാട്ടിൽ എന്ന് പറഞ്ഞ ആള്. ആ പുള്ളി ഇതെല്ലാം ചെയ്ത് നമ്മൾ ഈ വീട്ടു സാധനങ്ങളൊക്കെ ഈ ചേട്ടന്റെ പറമ്പിലോട്ടാണ് കയറ്റി വെച്ചുകൊണ്ടിരുന്നത്. അതുവരെ കാര്യങ്ങൾ അറിയാനായിട്ടാണ് ആ പുള്ളി നമ്മളിപ്പോൾ ദ്രോഹിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു രീതിയിൽ കുടിവെള്ളം നിഷേധിച്ച് കുടിവെള്ളത്തിനുള്ള വഴി ഫുള്ളായിട്ട് അടച്ചോടെ. ബാക്കി നടപ്പ് വഴിയും ഇതുകൊണ്ട് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ശശിയുടെ അഭിപ്രായത്തിൽ എത്ര വർഷമായിട്ട് ഇത് നടക്കുന്നത്? ഈ മനുഷ്യരുടെ ജീവിതം, അവരുടെ ജീവനാണ് ഞങ്ങൾക്ക് ആവശ്യം. എന്നുവെച്ചാൽ ഈ 3 വീട്ടുകാർ ഇത്രയും കൊച്ചു പിള്ളേരെയായിട്ട് ഇവിടെ താമസിക്കുന്ന അവരുടെ ജീവനാണ് ഞങ്ങൾക്ക് വലുത്. 40 വർഷമായിട്ട് ഇതിലെ നടക്കുന്നതാണ്. എനിക്ക് 43 വയസ്സായി. എന്റെ കാരണവന്മാർ തൊട്ടാ ഈ കിണറ്റിലെ വെള്ളം ഇവർ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്. ഇവിടെ ജനിച്ചു വളർന്ന ആളാ ഞാൻ. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് പ്രധാനം ഇപ്പൊ ഇവരുടെ ജീവനാ. വെള്ളം ആവശ്യമാണ്. അതിലും പ്രധാനം ഈ 3 വീട്ടിലുള്ള ആൾക്കാരുടെ ജീവൻ വരെ അപകടത്തിലാവുന്ന അവസ്ഥയിലോട്ടാവും. 2 ദിവസം നിൽക്കാതെ മഴ പെയ്ത അതും ആവും. പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു. അവർ നാളെ 10 മണിക്ക് എല്ലാനാണല്ലോ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് വിവരം അറിഞ്ഞോടി വന്നതേ. എന്റെ ചേച്ചിയുടെ വീടാ. എല്ലാം പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് വല്ലതും പറയാനുണ്ടോ? അവരൊക്കെ നമ്മുടെ വീട്ടിലെ പിള്ളേരാ. പിള്ളേർ ഒരുപാട് പേരുണ്ട്. വെള്ളപ്പൊക്കത്തിന് കൊച്ചു ഒഴുകി പോയി എടപ്പാടിയിൽ. ഇതുപോലെ തന്നെ ഓരോ താഴ്ന്ന പ്രദേശങ്ങളാണ്. ഇവിടെയാണെങ്കിലും രാത്രി ഉറക്കത്തിലാണ് ഒരു തവണ വെള്ളം വന്ന് കയറിയത്. ഒന്ന് ഓടി പരിക്കാത്ത ഓടി രക്ഷപ്പെടുക. രാത്രി ഉറക്കത്തിലാണ് വെള്ളം വന്ന് കയറി ഇത് പെരയില ഇടിഞ്ഞു പോയതും പിറകില്ല. അന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുക. പെട്ടെന്നുള്ള വരവും പോക്കുമായിരിക്കും. ഞങ്ങൾ അറിഞ്ഞു വരുമ്പോഴത്തേനും ഇവിടെ പകുതിയും വെള്ളത്തിലാവും. പിന്നെ വരുന്നവർ ഓടി വരികയെന്നുള്ളൂ. അതിന്റെ ഇടയ്ക്ക് ഇവർ ഈ മണ്ണും കൂടെ എടുത്തിട്ടാ ഞങ്ങൾ ഇതിലെ ഓടി വരും പിള്ളേരുടെ അടുത്തോട്ടെ. അതാണ് ഞങ്ങൾക്ക് ഇപ്പൊ പ്രശ്നം. കഴിഞ്ഞ വർഷം ഇവിടെ ഈ എന്റെ ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു, കഴുത്തപ്പം വെള്ളം ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത്. വീടിന്റെ സ്വിച്ച് ബോർഡിന്റെ മീറ്റർ ബോർഡിന്റെ ഒപ്പം വെള്ളം വന്നു ഈ കഴിഞ്ഞ പ്രാവശ്യം. അന്നും അത്രയും വെള്ളം നിൽക്കാൻ കാരണം ഇതിലെ ഒഴുകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിപ്പം മണ്ണെടുത്തിട്ടത് കൊണ്ട് അതുമില്ല. ഇപ്പം മണ്ണെടുത്തിട്ടുണ്ട് വെള്ളം മൊത്തം മോടി വെള്ളം വരാനുള്ള സാധ്യതകളുണ്ട്. അന്ന് അത്ര ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നിട്ട് പോലും ഈ ഒരു മുകളിലെ വെള്ളം വന്നുകൊണ്ടിരുന്നത് ഓടിന്റെ ലെവലില്, സ്വിച്ച് ബോർഡിന്റെ ലെവലില്. ഇപ്പൊ മണ്ണെടുത്തിട്ടതുകൊണ്ട് ഇനി നേരെ വീട് മൊത്തം ഇടിച്ചു പോകാനുള്ള വെള്ളം വരുള്ളൂ എന്നാണ്. ഇതിലെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടെയാണ് മണ്ണെടുത്തിട്ട് മൂടി. ശരിക്കും പറഞ്ഞാൽ ഈ വീടെന്ന് പറഞ്ഞാൽ തോടിന് നടുക്കായിട്ട് വരും. അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം വെള്ളം ഒഴുകുന്നത്. ഈ പ്രാവശ്യം വെള്ളം ഒഴുകാനുള്ള സ്പേസ് ഇല്ല ഇവിടെ. കഴിഞ്ഞ ജനുവരി മാസത്തില് കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറിയതിന്റെ ഫോട്ടോയും വീഡിയോ എല്ലാം ഉണ്ട്. അത് ഇവര് തന്നെ പറഞ്ഞിട്ടാണ് എടുത്ത് വില്ലേജ് ഓഫീസർമാർ വന്നിട്ട് നിങ്ങൾ ഉടമസ്ഥന് വരെ വന്ന് അന്ന് നോക്കി അഭിപ്രായം പറഞ്ഞിട്ട് പോയവരാണ് ഇപ്പം
ഈ പണി കാണിച്ചേക്കുന്നത്. മണ്ണെടുത്തിട്ട് മൂടി നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, കുടിവെള്ള സ്വാതന്ത്ര്യം നിഷേധിച്ചിരിക്കുക. അന്നും ഇവർ ചെയ്തുകൊണ്ടിരുന്നതെന്ന് അറിയോ, ഇതുപോലെ മാധ്യമങ്ങളിലും ചാനലെല്ലാം കൊടുത്തുകൊണ്ടല്ലോ, നമ്മുടെ വീട് പോകുന്നത്, നമ്മുടെ പിള്ളേർ പോകുന്നതോ നമ്മൾ പോകുന്നതോ അല്ല ഇവർക്ക് കാര്യം. അവരുടെ അവിടുത്തെ 2-3 വാഴ പോയതും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവരുടെ കൃഷി നശിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ജീവന്റെ നഷ്ടം അന്നും മീഡിയയ്ക്കകത്ത് വന്നത് കൃഷി നശിച്ചു എന്നും പറഞ്ഞോണ്ടാ. ഇന്നലെ വരെ വെള്ളം കൊണ്ടുവന്നോണ്ടിരുന്ന വഴിയാണ് ഇപ്പൊ അടുത്ത്. ഇനിയിപ്പോ നാളെ തൊട്ട് വെള്ളം കൊണ്ടുവരാനുള്ള ഒരു വഴി പോലും ഇല്ല ഇവിടെ. ആ രീതിയിലായി. ഇന്നലെ വരെ വെള്ളം കൊണ്ടുവന്നോണ്ടിരുന്ന, ഇന്ന് രാവിലെ വരെ വെള്ളം കൊണ്ടുവന്നോണ്ടിരുന്ന. ഭരണങ്ങാനം പഞ്ചായത്തിലെ 11-ാം വാർഡിലെ 15ഓളം കുടുംബങ്ങളുടെ ജീവത്തായ പ്രശ്നങ്ങളാണ് നിങ്ങളിപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് അധികാരികൾ ഒരു സമാധാനം പറഞ്ഞേ മതിയാകൂ. അതാണ് ഈ നിൽക്കുന്ന കൊച്ചു കുട്ടികളും അമ്മമാരും എല്ലാം ആവശ്യപ്പെടുന്നത്.